എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ വയനാട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടിനെ കുറിച്ച് അറിയാനാണ്. ജയ്സ്പടി ഇന്റർനാഷണൽ നിർമ്മിക്കുന്ന ആ റിസോർട്ടിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ജയ്സ്പടി ഇന്റർനാഷണലിൻ്റെ AGM മിസ്റ്റർ റാഫി മതിലകമാണ്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പുതിയ റിസോർട്ട് ഒരുപാട് വ്യത്യസ്തകൾ കൊണ്ട് കേരളത്തിന് മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യത്യസ്തകളും എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും. ഇത് ആദ്യം തന്നെ പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. അതായത് സാറേ, നമുക്ക് ഒരു കാര്യം നോക്കിയാൽ അറിയാം, എല്ലാവരും ചെയ്യുന്നൊരു പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വ്യത്യസ്തതയില്ല. വേറിട്ട് എന്തുണ്ടോ? ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ചന്ദന മരങ്ങൾക്ക് നടുക്ക് നമുക്ക് താമസിക്കാം. അതായത് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന ടൈറ്റിലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ റിസോർട്ടിന് ചുറ്റും ചന്ദനമരങ്ങളായിരിക്കും. ഓരോ റിസോർട്ടിന് ചുറ്റും 16 ചന്ദന മരങ്ങൾ. കേരളത്തിലും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, വേൾഡിൽ ആദ്യമായിട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ 1800 ചന്ദന മരങ്ങൾക്കുള്ളിലായിരിക്കും നമ്മുടെ ഒരു 100 ചില്ലാൻ കോട്ടേജുകൾ സ്ഥിതി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇത് എക്കോ ടൂറിസം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് മഡ് കോട്ടേജ് ആണ്. ഒരു 7 ലെയർ മഡ് പാക്ക് ചെയ്യുന്ന ഒരു കോട്ടേജ്. അതിൽ തന്നെ ഓക്സിജൻ കണ്ടന്റ് സൂപ്പർ ആയിരിക്കും. ശരി. ഒരുപാട് സവിശേഷത നമുക്ക് ചർച്ച. അതിനൊപ്പം ഈ 1800 ചന്ദന മരങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഏരിയ മാത്രമല്ല, സമീപ പ്രദേശങ്ങൾക്ക് കൂടി ഓക്സിജൻ കണ്ടന്റ് രാവും പകലും കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായ സ്ഥലമായിട്ട് ഇതിനെ നമുക്ക് മാറ്റാനും. ഈ ചന്ദനമരം കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു മരമാണ്. സാധാരണ നമ്മൾ എന്താ സാർ പറയാ, ആലിന് താഴെ പോയിരുന്നോളാൻ പറയും. കാരണം ചിന്താഗതികൾ ഇപ്പോൾ നമുക്ക് ജാഗ്രതയിലോ CBI കുറിപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ മമ്മൂട്ടി ലാസ്റ്റ് ഒരു കേസിന്റെ തെളിയിക്കാൻ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ചന്ദനമരത്തിന് താഴെ നിന്നിട്ട് അവിടുത്തെ ചിന്തയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കാരണന്മാർ പറയും ചന്ദനമരത്തിന്റെ താഴെ പോയിട്ട് പകല്, കാരണം എന്താ, ഓക്സിജൻ കണ്ടന്റ് കൂടുതലാണ് മറ്റുള്ള ഏത് വൃക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇവിടെ ചന്ദനക്കാടുകളുടെ ഉള്ളിലാണ്. ചന്ദനക്കാടുകൾ ഇവിടെ ഈ 3 times അതിനേക്കാളും ഇപ്പോൾ അത്യാവശ്യം ഒരു ആൽമരം പ്രൊവൈഡ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്യുന്നതിനേക്കാളും 3 ഇരട്ടിയാണ് ചന്ദനമരത്തിൽ നിന്നും നമുക്ക് ഓക്സിജൻ കണ്ടന്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു ചന്ദനമരത്തിൽ നിന്ന് സാറിനാലോചിച്ച് 1800 ചന്ദനമരങ്ങൾ നിൽക്കുന്ന ആ ഏരിയയും ചുറ്റുപാടും എന്തായിരിക്കും ഓക്സിജൻ കണ്ടന്റ് കൊണ്ട് ഏറ്റവും സവിശേഷമായ നല്ലൊരു ഏരിയ ആയിട്ട് നമുക്ക്. അപ്പോൾ ചുറ്റുപാട് കൊണ്ട് തന്നെ സവിശേഷമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. റിസോർട്ടിലും അതുപോലത്തെ സവിശേഷത. തീർച്ചയായിട്ടും സാർ, ഇതിൽ ഏറ്റവും വലിയ സവിശേഷത ഇത് ഞാൻ പറഞ്ഞു. ഇത് 5 സെന്റ് സ്ഥലം നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം പാർട്ടിക്ക്. ഇത് രജിസ്ട്രേഷൻ ഓരോ പാർട്ടികൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 5.5 ഏക്കറിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്. അതിലൊരു 108 കോട്ടേജ്. അത് ഓൾറെഡി സെയിലായി കഴിഞ്ഞു 8 മാസം കൊണ്ട്. ഇത് 97 ഷേപ്പ് ശരിക്കും ഒരു ഓവൽ ഷേപ്പ്. നമുക്കൊരു ഒരു കോഴിമുട്ടയുടെ പകുതി എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ. അത് മഡ് കോട്ടേജ് ആണ്. അതിന്റെ സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ഫെറോക്രീറ്റ് കൊണ്ടാണ്, ഇന്റർനാഷണൽ ലെവലാണ് ഫെറോക്രീറ്റിന്റെ ഒരു നിർമ്മാണം. അതിന് മുകളിൽ നമ്മൾ മഡ് ബാക്ക് ചെയ്യണം, താഴെയും മഡ് ബാക്ക് ചെയ്യണം. ഈ ഫെറോക്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഈ ഭൂകമ്പ സാധ്യതക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നല്ലൊരു ഇൻ്റർനാഷണൽ ലെവലുള്ള ഫ്രെയിമാണ് ആദ്യം വരുന്നത്. അതിൻ്റെ മുകളിലാണ് മഡ് ബാക്ക് ചെയ്യുന്നത്. ആ മഡിൻ്റെ മുകളിലാണ് ഒറിജിനൽ ഗ്രാസ് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ട് ആ ഓക്സിജൻ കണ്ടന്റ് നിലനിർത്തിക്കൊണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ സൗണ്ട് ഇൻസുലേഷൻ എന്നൊക്കെ പറയാം. അതായത് പുറമേ ഇപ്പം ഓക്സിജൻ കണ്ടന്റ് നിലനിർത്തുന്നതോടൊപ്പം തന്നെ പുറമേ എന്നുള്ള വലിയ സൗണ്ടൊക്കെ ഇല്ലേ, അത് ഉള്ളിലേക്ക് ഫീൽ ചെയ്യില്ല. ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നതില്ലേ പുറത്തേക്ക് ഫീൽ ചെയ്യും. ആ രീതിയിലേക്കുള്ള ഒരു പ്രത്യേകത അതിനൊന്നുണ്ട്. ഇതിന്റെ ഉള്ളിലെ സവിശേഷതകൾ അത് ഇനിയിപ്പോൾ ഈ ഒരു 570 സ്ക്വയർ ഫീറ്റ് ആണ് ഈ മഡ് കോട്ടേജ് ഒന്ന് വരുന്നത്. 5 സെന്റിൽ 16 ചന്ദന മരങ്ങൾക്ക് നടുവിലായിട്ട് ഒരു 570 സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ അതിലൊരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഇനി ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ നേരിട്ട് ഇറങ്ങാവുന്ന പ്രൈവറ്റ് പൂളും ഉണ്ട്. 20 അടി നീളം 8 അടി വീതിയിൽ 200 സ്ക്വയർ ഫീറ്റോളം വരുന്ന പൂളുണ്ട്. അത് എല്ലാ കോട്ടേജിനുള്ളിലും ഉണ്ട്. അപ്പൊ സാർ, ഇപ്പോൾ സാറും വൈഫും ഒന്ന് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി അല്ലെങ്കിൽ 3 സ്റ്റാർ ഫെസിലിറ്റി ആഗ്രഹിച്ചൊരു ഹോട്ടലിൽ പോകുമ്പോൾ രാവിലെ 7 മുതൽ വൈകിട്ട് വരെ ഒരു പൂളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ അതിലെന്താ വെച്ചാൽ നമ്മളിറങ്ങും,
ഭാര്യമാർക്കോ മക്കൾക്കോ ബുദ്ധിമുട്ടുണ്ടാവും. മറ്റുള്ളവർ നോക്കിക്കുന്നുണ്ട്. ഓപ്പൺ പണ്ടത്തെ ഏരിയ പോലെ കൊണ്ടിട്ട് ബുദ്ധിമുട്ട്. അതെ അതെ, പണ്ടൊക്കെ നമ്മൾ കുളത്തിൽ കുളിക്കാൻ പോയിരുന്നു, ഒരു കുഴപ്പമില്ല. അതെ അതെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വന്ന പിന്നെ പലർക്കും പേടിയാണ്. അതെ അതെ അപ്പൊ ഇവിടെ ഭാര്യ മക്കളൊക്കെ ആയിട്ട് ഒരു 5 പേർക്ക് ഒന്നിച്ച് നീന്തി തുടിക്കാവുന്ന നല്ലൊരു പൂള്, ഇത് ബെഡ് സ്പേസിൽ നിന്ന് നോക്കിയാൽ കാണാൻ നിലയിൽ വാട്ടർഫോൾസോട് കൂടി തന്നെ നമ്മൾ ഇതിൽ എല്ലാ കോട്ടേജിനുള്ളിലും ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പൊ മഡ് ഭയങ്കര കോട്ടേജ്. രസമായിരിക്കും. അതെ, ഒരു 4 സ്റ്റാർ. ഇത് ആരാണ് ഇതിന്റെ ഈ ആശയം? ഈ ചിന്ത ശരിക്കും വന്നത് സാർ ഇതിന്റെ ചെയർമാൻ ഡോക്ടർ നിഷാദ് അബൂബക്കർ സാറും MD ചെയർമാൻ നിസാർ അബൂബക്കർ സാറും MD ഡോക്ടർ നിഷാദ് അബൂബക്കർ സാറും. ഓ അത് ശരി. അവർ രണ്ടുപേരും ജ്യേഷ്ഠനും അനിയനുമാണ് ശരിക്കും ഒരു വ്യത്യസ്തമായ ചിന്താഗതി തുടങ്ങിക്കൊണ്ട് ഒരു 5.5 വർഷക്കാലം ജസ്പേഡ് ഇന്റർനാഷണൽ മുമ്പ് തുടങ്ങുന്നത്. 5.5 വർഷക്കാലം മുമ്പ് കൊറോണ സാഹചര്യത്തിലാണ്. ഇവര് എന്തുകൊണ്ടാണ് ഇതിനൊരു വയനാട് ഏരിയ തിരഞ്ഞെടുക്കാൻ? സാർ അതില് ഇതിന്റെ ടൈറ്റിൽ സാറിന് അറിയാലോ, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. അതെ അതെ. ആ ചന്ദനത്തോപ്പുകൾ ഏറ്റവും കൂടുതൽ സവിശേഷമായിട്ട് വളരുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി എല്ലാം കറക്റ്റായിട്ടുള്ള പകല് ചൂടും രാത്രി കാലങ്ങളിൽ മഞ്ഞും ബ്ലാക്ക് സോയിൽ മണ്ണൊക്കെ ആയിട്ട് സാൻഡൽവുഡ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യാവുന്ന നല്ലൊരു പ്ലേസ് ഞങ്ങൾ മറയൂർ അന്വേഷിക്കുമ്പോൾ അത് ഈ പറയുന്ന 55 കിലോമീറ്റർ ചുറ്റളവിലാണ്. ഇവിടെ അതിനുള്ള കാലാവസ്ഥ വളരെ അനുകൂലമാണ്. കർണാടകയിലുണ്ട്. കർണാടക അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും സവിശേഷമായ ഒരു ഏരിയ അത് തന്നെയാണെന്ന് 2.5 വർഷക്കാലത്തെ പഠനം കൊണ്ട് ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് ലീഗലായിട്ട് ഇഷ്യൂസ് ഇങ്ങനെ ഒന്നുമില്ല, വളർത്തണം എന്നാണ് ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത്. കാരണം പണ്ട് ടിപ്പു സുൽത്താന്റെ കാലത്താണ് ഇത് രാജീവ് വൃക്ഷമായിട്ട് പ്രഖ്യാപിക്കുന്നത് സാൻഡൽവുഡ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു മരമാണ് സാൻഡൽവുഡ്. ഓ, കാതലിനാണ് ഏറ്റവും കൂടുതൽ വില. ഇതിന്റെ ഡിമാൻഡ് എങ്ങനെയാണ് ഈ സാൻഡൽവുഡിന്റെ ഡിമാൻഡ്? സാർ ഇപ്പൊ ഒരു ഇന്ത്യയിൽ 2000 ടൺ ചന്ദനം വേണം. വെറും 96 ടൺ ഇന്ത്യയിൽ ഉൽപാദനമുള്ളൂ. അപ്പൊ ബാക്കി 1904 ടൺ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യൻ സാൻഡൽവുഡ് എന്ന പേരിൽ ഓസ്ട്രേലിയയിൽ നിന്ന് കിൻഡിസ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയുടെ നിന്നാണ് കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജന്റ് കമ്പനി ഉൾപ്പെടെ ഇവിടെ ആവശ്യമുള്ള സാൻഡൽവുഡ്, ഇന്ത്യൻ സാൻഡൽവുഡ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അവരിവിടുന്ന് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ വളർത്തിയിട്ട് നമ്മൾക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. വിരോധാഭാസം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരസ്തിത്വം തിരിച്ചു പിടിക്കലും കൂടിയാണ് ജസ്പേഡിന്റെ ഈ വയനാട്ടിലെ 6 ലക്ഷം ചന്ദനമരങ്ങൾ നടുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം. അതിൽ 1800 ഈ കോട്ടേജിന് ചുറ്റുമായിരിക്കുന്നു മാത്രം. ഇത് വേറെ പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ ഒരു 6 ലക്ഷം തേക്കുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ കമ്പനി ഇത് വെച്ചിട്ട് ഇത് പ്രൈവറ്റ് ആയിട്ട് വിൽക്കുന്നുണ്ട്. അതെ, അതായത് ശരിക്കും 5 സെന്റ് സ്ഥലം വീതം നമ്മൾ ഓരോരുത്തർക്ക് സെയിൽ ചെയ്തിട്ട് അതില് കോട്ടേജ് വേണ്ടവർക്ക്, ഈ 16 ചന്ദനമരങ്ങൾ ചുറ്റുമുള്ള കോട്ടേജ് വേണ്ടവർക്ക് ആ കോട്ടേജ് വാങ്ങാം. അതല്ലാത്തവർക്ക് 5 സെന്റും 20 ചന്ദനമരമായിട്ട് പ്ലോട്ട് വാങ്ങാം. അതിന് 18 ലക്ഷം രൂപയാണ്. അപ്പൊ ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് റിസോർട്ട് വാടക കൊടുക്കുന്നുണ്ട്. മാസം 1.5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ നമുക്ക് മിനിമം ഈ കോട്ടേജിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാവുന്ന. ഇപ്പോൾ ഒരു ശരിക്കും MRP 1.5 കോടിയാണ് ഈ ഒരു നിർമ്മാണ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതും കമ്പനി തന്നെയാണ്. അതെ അതെ അതെ. അപ്പൊ എല്ലാ മാസവും 1.5 ലക്ഷം മുതൽ 6 ലക്ഷം വരെയാണ് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ശരിക്കും ഓണർക്ക് കിട്ടാവുന്നത്. ഇനി അതുകൂടാതെ നമുക്ക് ഒരു ചുറ്റും നട്ട ചന്ദന മരങ്ങളോടെ ഉണ്ട്. ഒരു 10 മുതൽ 15 വർഷത്തിനുള്ളിൽ 4 കോടി 4.5 കോടി 5 കോടി അതിൽ നിന്നും ഈ ഓണർക്ക് വീണ്ടും ബെനിഫിറ്റ് കിട്ടാവുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൃഷിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മഡ് കോട്ടേജ് ആണ് നമ്മളവിടെ പരിപാലനം. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ എത്ര വരുന്നത് സാർ? അത് വേണമെങ്കിലേ ഇപ്പോൾ 1 കോടിക്ക് ഒരാൾക്ക് ഒറ്റക്ക് എടുക്കാം. ഓ അത് ശരി. അതല്ല, ഒരു വില്ല 100 ഷെയറുകളാക്കി നമ്മൾ ചിരിക്കുന്നുണ്ട് 1 ലക്ഷത്തിന്റെ. ഓ അത് ശരി. ആ 1 ലക്ഷം രൂപ കൊടുക്കുന്ന വ്യക്തിക്കും ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓ അത് ശരി. ഓക്കെ, അപ്പോൾ 1 ലക്ഷം തന്നെ ആയിരിക്കും എല്ലാവരും. ഇപ്പം ഞാൻ കോട്ടേജിന്റെ ഓണറായിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 12 പേര് കൂടിയിട്ടാണ് അതെടുത്തിരിക്കുന്നത്. ഒരാൾ 15 ലക്ഷം ഇടും, ഒരാൾക്ക് 20 ലക്ഷം ഇടാം, ഒരാൾക്ക് 10 ലക്ഷം ഇടാം. ഓ അങ്ങനെ ഷെയറുകൾ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ 100 ഷെയറും ഒരാൾക്ക് എടുത്തിട്ട് അതിൻ്റെ ഓണർ ഒരാൾ വ്യക്തിയായിട്ട് മാത്രം വേണമെങ്കിൽ ഒന്നിച്ചും വാങ്ങാം. അപ്പം അങ്ങനെ പോലും രജിസ്റ്റർ ചെയ്ത് ഒരുപാട് പേർക്ക്. അപ്പം എന്താ സാറേ, സാധാരണക്കാരൻ ചിന്തിക്കാവുന്ന രീതിയിൽ എനിക്കുമുണ്ട് ഒരു 5 സെന്റും കോട്ടേജും എന്ന് പറയാവുന്ന രീതിയിൽ 1 lakh കൊടുത്താലും അവൻ്റെ ഫോട്ടോയും തമ്പും വെച്ചിട്ടുള്ള ആധാരം രജിസ്റ്റർ കൊടുക്കണം. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തത്തുല്യമായിട്ടുള്ള ഒരു ഉറപ്പ് അവിടെ ഓൾറെഡി കിട്ടില്ലേ? രജിസ്ട്രേഷൻ ആദ്യം തന്നെ ചെയ്തു കൊടുക്കണം നമ്മൾ. അപ്പൊ
അപ്പോൾ നമുക്ക് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പിറ്റേ മാസം മുതൽ ഒരു വാടക അത്യാവശ്യം കിട്ടിത്തുടങ്ങും. അതെ, അത് പണി എന്നാണ് പൂർത്തീകരിക്കുന്നത് അതിനുശേഷം നമ്മളത് എന്തായാലും റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. ഒരു 12 ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പൂർത്തീകരിച്ചു. ഇനാഗുറേഷൻ ഇപ്പോൾ ആയി. ഇനിയിപ്പോൾ ഈ ഫെബ്രുവരി 31 ആകുമ്പോഴത്തേക്കും 32 കോട്ടേജുകളിലെ വർക്കുകൾ. ഏകദേശം എത്ര ഏക്കറിൽ എന്തോരം? ഇത് ആദ്യം നമ്മൾ 5.5 ഏക്കറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിലൊരു 108 കോട്ടേജ്. പിന്നെ പക്ഷെ എന്താണ്, 8 മാസം കൊണ്ട് അതൊക്കെ വിറ്റ് തീർന്നപ്പോൾ വീണ്ടും വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ 2.5 ഏക്കർ കൂടി എടുത്തിട്ട് 140 മഡ് കോട്ടേജുകളിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വയനാട് പുൽപ്പള്ളിയിൽ മാടാനക്കവല എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലത്ത് നമ്മളിപ്പോൾ. ഈ റിസോർട്ടിൽ വരുന്നവർക്ക് മറ്റ് സൗകര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ? അതിൽ കോമൺ അമ്യൂണിറ്റീസ് കമ്പനി തന്നെ റൺ ചെയ്യുന്നുണ്ട്. അതായത് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, മിനി സൂ ഉണ്ട്, അണ്ടർഗ്രൗണ്ട് ഹോളുണ്ട്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ്, അതിൽ മറ്റുള്ള DNA പോലുള്ള കമ്പനികളുടെ മീറ്റപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും അന്വേഷിച്ചെടുക്കുന്നത്. അണ്ടർഗ്രൗണ്ട് ഹോളാണ്, കേവ് മോഡൽ തന്നെ. ഒരു ഗുഹയിൽ 500 പേർക്ക് 700 പേർക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിലുള്ള അത്യാവശ്യം ചെറിയ ഫംഗ്ഷനൊക്കെ ഇവിടെ നടത്താം. കാരണം ഇപ്പോൾ ആഫ്റ്റർ കൊറോണ എല്ലാവരും ഒരു 500-600 പാക്സ് അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ അത്യാവശ്യം. അവർക്കുള്ള ഭക്ഷണവും സൗകര്യങ്ങളും എല്ലാം. അതാണ് മറ്റൊരു സവിശേഷത. ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഒരു 12 ഏക്കറിൽ സ്റ്റാർട്ട് ചെയ്തു. ശുദ്ധമായ നെൽകൃഷി, അതായത് എല്ലാ ഭക്ഷണവും തനതായ രീതിയിൽ വിഷരഹിതമായിട്ട് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന. അതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഇനി മത്സ്യങ്ങൾ, അതുപോലെ തന്നെ കോഴിമുട്ടകൾ, അപ്പോൾ തുടങ്ങി എന്തിന് കുങ്കുമപ്പൂ വരെ നമ്മളവിടെ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ കൃഷി ചെയ്തിട്ട് നമ്മളെല്ലാവർക്കും ശുദ്ധമായ ഭക്ഷണമാണ് അവിടെ വരുന്ന എല്ലാവർക്കും. ഇനി ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ ആ ഒരു പാക്കേജ് ഉണ്ട്. അതിൽ തന്നെ 60 എയർ ഫ്രെയിം കോട്ടേജുകളും എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഫാം ടൂറിസം കൂടി നമ്മളതിൽ കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിലെ 2ാമത്തെ നമ്മൾ സാൻഡൽവുഡിനെ കുറിച്ച് പഠിക്കാവുന്ന ഒരു പഠന കളരി കൂടി നമ്മളവിടെ സവിശേഷമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പല രീതിയിൽ നമുക്കിത് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു റിസോർട്ടാണ് വരുന്നത്. ഇത് ഇതേപോലത്തെ ഒരെണ്ണം കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയെങ്കിലും? ഇല്ല. കാരണം എല്ലാ മഡ് കോട്ടേജിനുള്ളിലും പ്രൈവറ്റ് പൂളുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കോട്ടേജുകൾ എൻ്റെ അറിവിലില്ല. അതെ, നമ്മൾ അറിയില്ല. ഇല്ല, അതും നമ്മൾ വെറും 20,000 രൂപ മാത്രമേ അതിന് ഇത്രയും സൗകര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ആർട്ട് ഗാലറി ഉണ്ട്, കുതിര സവാരി ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളാണ് നമ്മളിപ്പോൾ അവിടെ അതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2027 കൂടി എല്ലാ ഫെസിലിറ്റിയോടും കൂടി തന്നെ നമ്മളിത് ഇപ്പോൾ ഓൾറെഡി അടുത്ത മാസം തന്നെ നമ്മളിത് റെൻ്റ് ഔട്ട് ചെയ്തു കൊണ്ടുപോകുന്നത്. ഇപ്പം ഇതിലേക്ക് ഈ ഒരു പുതിയ സംരംഭത്തിലേക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കമ്പനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? റിസ്ക് എടുക്കാൻ കഴിഞ്ഞത്? സാർ, അതിൽ നമുക്ക് ഇപ്പോൾ 420 കമ്പനികളെയാണ് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത്. 419 കമ്പനികൾ എടുത്തില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ MD ചെയർമാൻസ് 26 വർഷത്തെ ഗ്രോത്ത് കൊണ്ടുവന്ന ഒരു കമ്പനിയുടെ, സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ സെക്കൻഡ് വെഞ്ചറായിട്ടാണ്, അത്ര എക്സ്പീരിയൻസോട് കൂടിയാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതാണ് ഈ ജസ്പേഡ്. യെസ്, ശരിക്കും പറഞ്ഞാൽ ചരിത്രം നോക്കിയല്ലേ സാറേ, ഫസ്റ്റ് പ്രൊജക്റ്റ് കൊണ്ട് മാത്രം എല്ലാവരും വിജയിക്കണമെന്നില്ല. ആ എക്സ്പീരിയൻസ് 2ാമത്തെ 3ാമത്തെ 4ാമത്തെ 26 വർഷം അവർ നേടിയെടുത്ത ഒരു എക്സ്പീരിയൻസ്, അതൊരു ഗ്രോത്ത് ആയിക്കൊണ്ട് ഇനി ആരും ചെയ്യാത്ത ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് എന്താണ് എന്ന ചിന്ത കിട്ടിയപ്പോൾ MD ചെയർമാൻ എന്ത് ചെയ്തു, നേരെ അതിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിയതാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ടാണ് സാർ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ സാൻഡൽവുഡ് എന്നത് നമ്മുടെയാണ്, കേരളത്തിൻ്റെയാണ്, മറയൂരിൻ്റെയാണ്. അപ്പോൾ ഇന്ത്യൻ സാൻഡൽവുഡ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന രാജ്യം ആരായിരിക്കണം? ഇന്ത്യ ആയിരിക്കണം. അപ്പോൾ ഒരു അസ്തിത്വം തിരിച്ചു പിടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മഡ് കോട്ടേജ് ആയിക്കോട്ടെ, അതിൽ പോലും നമ്മുടെ സാൻഡൽവുഡിനെ കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യത്യസ്തമായ ആശയവും പ്രകൃതി ദേവോഭവ, പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട്, കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് യൂത്തിനടക്കുന്ന ഒരുപാട് യൂത്ത് ഇതിൽ ബിസിനസ്സിൽ, ഇപ്പം ഈ പറയുന്ന ടൂറിസം മേഖലയിൽ, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിങ്ങിലൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ വരുന്നത് എന്താ, പുതിയൊരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയാണ്. കൃഷി നമ്മുടെ ഇന്ത്യയിലെ ആവശ്യമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ആവശ്യമാണ്, നമ്മുടെ അസ്തിത്വമാണ്.
തിരിച്ചു പിടിക്കേണ്ട ആവശ്യകത നമുക്കുണ്ടെന്നുള്ള ഒരു വിളംബരം കൂടിയാണ് സത്യം പറഞ്ഞാൽ സാൻഡൽവുഡ് ഈ ഒരു പ്ലാന്റേഷനും ഈ മഡ് കോട്ടേജിലൂടെയും നമ്മൾ വിഭാവന ചെയ്യും. നമ്മളിത് കസ്റ്റമേഴ്സിലേക്ക് ചെന്നപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു മറുപടികൾ, അവരുടെ ആ ഒരു സ്വീകരണങ്ങൾ എപ്രകാരമായിരുന്നു അവർ പറയുമ്പോൾ? അല്ല സാർ, ഇത് ഫസ്റ്റ് ഈ സാൻഡൽവുഡിനെ കുറിച്ച് നമ്മൾ തുടങ്ങിയ സമയത്തൊന്നും ആർക്കും ഇത്രയും വിശാലത ഉണ്ടായില്ല. കാരണം വെച്ചാൽ വരാതിരിക്കുന്ന ഒരു ഇല്ലാത്തൊരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും പഠിക്കും. എല്ലാവരും മനസ്സിൽ പഴയ തേക്ക് കൺസെപ്റ്റ് ആളുകളുടെ മനസ്സിൽ കേരളത്തിലുള്ളൂ. കാരണം എന്താ, അന്ന് പറ്റിക്കപ്പെട്ട, അതും 25 വർഷം മുമ്പ് ഒരു അനീഷ് എന്ന് പറയുന്ന വ്യക്തി പേര് മാറ്റി പാലക്കാട് വന്നു. ആദ്യം ചെക്ക് കളക്ട് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് എടുത്തു, അപ്പൊ തന്നെ പറ്റിക്കണം എന്ന് ആഗ്രഹം തുടങ്ങി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ, ആദ്യം തന്നെ ആധാരം രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം. ഭൂമി ദേവി ചതിക്കൂല. സാറിന് വലിയൊരു 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ എന്നും അത് സാറിൻ്റെ ആയിരിക്കും. അത് ഇവിടെ വേണ്ട, UP പോയി എടുത്താലും അങ്ങനെ തന്നെയാണ്, ഡൽഹി പോയി എടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പൊ എവിടെ നമ്മൾ 5 സെന്റ് സ്ഥലം നമ്മുടെ പേരിലുണ്ടോ, അത് നമ്മുടേതാണ്. കൊടുക്കുന്ന പൈസക്ക് തത്തുല്യമായ പ്രൊഡക്റ്റ് ഓൾറെഡി നമ്മുടെ കയ്യിൽ കിട്ടും. ഇനി കിട്ടുന്നതെല്ലാം ലാഭമാണ്. ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന രീതിയിൽ എങ്ങനെ ഇത് നമുക്ക് പറയാം? സാർ, ഇപ്പോൾ ഞാൻ പറയട്ടെ, 1 കോടി ഇറക്കിയിരിക്കുന്നു. ഇപ്പോൾ 1 കോടിക്ക് സാറ് എറണാകുളത്ത് ഒരു വീടെടുത്തു, റെന്റ് ഔട്ട് ചെയ്താൽ സാറിന് മന്ത്ലി എത്ര കിട്ടും? ഒരു 30-40 വരെ, 40,000 രൂപ വരെ. പക്ഷെ ഇവിടെ ഒരു 1.5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം വരെ ഈ 30 ദിവസം നമ്മുടെ ഈ കോട്ടേജ് ഇന്നത്തെ റേറ്റിന് പോയാൽ പോലും അതിൽ നിന്നും 80-20 പ്രിൻസിപ്പിളാണ്. 20% നമുക്ക് അവിടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരും. അത് കഴിച്ച് കിട്ടാന്നുണ്ടെങ്കിൽ അതും കമ്പനി തന്നെ റൺ ചെയ്യുന്നു, ഒരു ഹെഡ് ടേക്ക് ഇല്ല. അതിപ്പോ ഒരു കോട്ടേജ് പണിത് ഇതൊന്ന് റൺ ചെയ്യണമെങ്കിൽ എത്ര റിസ്ക് എടുക്കണം, സ്റ്റാഫും കാര്യങ്ങള്, ഇനി ഈ ചന്ദന മരങ്ങൾ പരിപാലിക്കല് കാര്യങ്ങള്, അവിടെ ഗൺമാന്, ചിപ്പ് വെക്കല്, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം കമ്പനി റൺ ചെയ്തിട്ട് അതിൽ നിന്നും നമുക്ക് ബെനിഫിറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ നല്ലൊരു ആശയമാണ്. ഇതിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ വരുന്നത്? ഇപ്പോൾ ഈ റിസോർട്ടും ചന്ദനവനങ്ങളും സംരക്ഷിക്കണമല്ലോ, അതിന് ഗൺമാൻ വരും, ഗൺമാനുണ്ട്, നായ്ക്കളുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഇവിടെ നമ്മൾ നായ്ക്കൾ ഒഴിവാക്കാം, എവിടെ നമ്മൾക്ക് റിസോർട്ടിൽ അത് ഗൺമാൻ ഉണ്ട്. അതുകൂടാതെ നമുക്ക് ചിപ്പ് വെക്കുന്നുണ്ട്. ഹിറ്റാച്ചില് ഗവൺമെന്റുമായി ടൈപ്പായിട്ടുള്ളൊരു ചിപ്പാണ് വെക്കുന്നത്. ഇതിന് ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ ഇത് കൈകൊണ്ടോ ലോഹം കൊണ്ടോ നാഞ്ഞു തട്ടിയാൽ പോലും 10 മൊബൈലിലേക്ക് ഇൻഫർമേഷൻ അലാറം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് AI ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു കൃഷിയെ സംയോജിപ്പിച്ചത്. അപ്പൊ നമ്മളുടെ ഈ റിസോർട്ടും ഈ മരങ്ങളും പ്രൊട്ടക്റ്റഡ് ആണ്. കസ്റ്റമറിനെ വീട്ടിൽ ഇരുന്നാലും സംഭവം ഇത് എവിടെ ഇരുന്നാലും. പിന്നെ CCTV ആക്സസ് കൊടുക്കുന്നുണ്ട്. ശരി, നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണാം. ഇനി അവിടെയുള്ള ജോലിക്കാരായിട്ട് സംസാരിക്കാം. അത് ശരി. അതായത് കാലം വളരുമ്പോൾ അതിനൊപ്പം വളരും. പൈസ മുടക്കുന്നവന്റെ ആ ഒരു ആശങ്ക ഇതാണ്. നമ്മൾ ഇതൊക്കെ മാറ്റി കൊടുത്തോണ്ട് ഫുൾ ഹാപ്പി, അതായത് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ലെഗസി. ഇത് നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾക്ക് ഒരു വരുമാനം കിട്ടാവുന്ന രീതിയിൽ ഈ കോട്ടേജ് മാറും. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്തായാലും മാറും. അത് 3ാമത്തെ ഒരു പ്രൊജക്റ്റാണ്. ആ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിലേക്ക് നമുക്ക് എന്താ ചെയ്യാം, LLP രജിസ്ട്രേഷൻ വഴി നമ്മൾക്കും അതിൻ്റെ ഷെയർ പ്രോഫിറ്റ്. വലിയൊരു ബിസിനസ്സും വലിയൊരു ആശയവുമാണ് നിങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതായാലും എന്താ പറയുക, ഒരു പുതിയ സംരംഭകർക്ക് ഇതുപോലെ മാറ്റി ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ പുതിയ സംരംഭകരോട് നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു വലിയ ഒരു സംഭവം നിങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. പുതിയ കുറേ തുടക്കക്കാരുണ്ട്, അവർക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അല്ല സാർ, അതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് വരെ എന്ത് ചെയ്തു ആ വരുമാനമായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതെ അതെ, ഒരു ചിന്ത, ഒരു മാറ്റം. ഇപ്പൊ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞെന്താ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി ചെറിയ സ്വപ്നങ്ങൾ കാണുന്നവനാണ്. സ്വപ്നങ്ങൾക്ക് എന്ത് വലുപ്പം കൂട്ടിയാൽ നേടാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു മണിക്കൂർ കൊണ്ട് എനിക്കോ സാറിനോ 1000 രൂപ വരുമാനമാക്കാം, 10,000 രൂപ വരുമാനം വാങ്ങാം, 1 ലക്ഷം വാങ്ങാം, 10 ലക്ഷം വാങ്ങാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യുന്നത് പ്രീമിയം ആയിരിക്കും. അപ്പോൾ എന്താ, പ്രീമിയം വരുമാനം കിട്ടി. അപ്പോൾ ആ ചിന്താഗതിയിലേക്കാണ് ഈ സമൂഹത്തെ നമ്മൾ കൂട്ടി കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. വെറുതെ പറയൽ മാത്രമല്ല, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ വരുന്നവർക്കും കൂടെ സഞ്ചരിക്കുന്നവർക്കും ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം MDയും ചെയർമാൻ, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു കമ്പനിയുടെ MDയും ചെയർമാനും പ്രൊമോട്ടറായിട്ട് വരുന്നത്. അപ്പോൾ ആ മാസ്റ്റർ മൈൻഡ് സെറ്റ്
കാരണം അവരൊപ്പം നിങ്ങളൊപ്പം ഞങ്ങളുണ്ട്. അല്ല, വിശ്വാസ്യതയാണല്ലോ ഇതിന് ഏറ്റവും വലുത്. അതാണ്. കാരണം പൈസ മുടക്കുന്നതിന് ഇപ്പോൾ 10 രൂപയാണെങ്കിൽ ഇപ്പോൾ 1 കോടിയാണെങ്കിൽ മുടക്കുമ്പോൾ അവൻ്റെ ഒരു വിശ്വാസ്യത Yes. എത്രത്തോളം തിരിച്ചു കൊടുക്കാൻ ഒരു കമ്പനിക്ക് കഴിയുന്നു, അവിടെയാണ് ആ പ്രൊജക്ടിന്റെ വിജയിരിക്കുന്നത്. തീർച്ചയായും. അത് എത്രത്തോളം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഈ നാൾ വരെയുള്ള ഒരു സാറേ വിശ്വാസം അതല്ലേ എല്ലാം. അതെ. ഈ ഒരു ടൈറ്റില് വലിയൊരു സംഭവമാണ്. അതെ അതെ ഈ ഒരു കമ്പനി ചുരുങ്ങിയ 8 മാസക്കാലം കൊണ്ട് 97 മഡ് കോട്ടേജുകൾ വിറ്റു തീർന്നു എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓ ഈ സമയത്ത് റിയൽ എസ്റ്റേറ്റ് മേഖല ഒന്ന് മന്ദീഭവിച്ചിരുന്നു. അതെ അതെ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നൂതനമായ ആശയങ്ങളിലൂടെ ബിസിനസ് ചെയ്യാമെന്ന് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട്, അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാര്യം. ഇനി ഒരുപാട് കുടുംബങ്ങളിലേക്കാണ് ഈ മാസം മുതൽ ഇതിൻ്റെ വരുമാനങ്ങൾ വന്നു കൊടുക്കുന്നത്. ഓ അതെ അതെ സാർ അത് വലിയ കാര്യമില്ല. 1 ലക്ഷം മുടക്കിയ ആൾക്ക് മാസം 1500 2000 കിട്ടിയാൽ പോലും ഇനിയുള്ള ഇവിടെ നിന്നുള്ള മാസങ്ങളിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. റൈറ്റ് റൈറ്റ് സാറെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് മേടിച്ചു കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ചൂണ്ട കൊടുക്കാം. യെസ് യെസ് ആ ചൂണ്ടിട്ടിട്ട് ഓരോ മീനെ പിടിക്കാൻ പറ്റുള്ളൂ. വല കൊടുത്താലോ അതെ 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 ഒരുപാട് മത്സ്യത്തെ പിടിക്കാം. ഒരേ സമയം കൊണ്ട് പിടിക്കാം. നമ്മൾ വലയാണ് സാർ കൊടുക്കും. യെസ് യെസ് അപ്പോൾ ഒരു വലിയ മാറ്റത്തിന് നമ്മുടെ വലിയൊരു പദ്ധതിയിലൂടെ Yes. അത് നമ്മുടെ സ്വന്തം പ്രൊജക്റ്റിലൂടെ സ്വന്തം പ്രൊഡക്റ്റിലൂടെ പ്രൊഡക്റ്റിലൂടെ അതുപോലെ ഒരു എന്താ പറയുക ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ വെച്ചൊരു വലിയ ആശയമാണ്. ഏതായാലും ഇതിനിറങ്ങിത്തിരിച്ച നിങ്ങളുടെ കമ്പനിക്ക് എല്ലാവിധ വിജയാശംസകൾ നേരുകയാണ്. ഒരുപാട് കുടുംബങ്ങളിൽ അതൊരു വലിയ വിജയമായി നിങ്ങൾ കാരണം കഴിയട്ടെ നിങ്ങളുടെ ആശംസിക്കുകയാണ്. ഒത്തിരി താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ബിസിനസ് എന്തുമാവട്ടെ, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തുമാവട്ടെ, ഞങ്ങളെ അറിയിക്കൂ. ലാഭം ബിസിനസ് ചാനലിനെ അറിയിക്കൂ. ഞങ്ങളത് ലോകം മുഴുവൻ എത്തിക്കാം. ലാഭം ബിസിനസ് ചാനലിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭം 10 മടങ്ങ് വർദ്ധിപ്പിക്കാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.